ഹായ് ഫ്രണ്ട്സ്, സ്വന്തമായി ഒരു വീട് എന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലേ? ആ സ്വപ്നത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടാവുന്നത്. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? എഞ്ചിനീയറെ എപ്പോൾ കാണണം? കോൺട്രാക്ടറെ എപ്പോൾ കാണണം? ബാങ്ക് ലോണ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും അല്ലേ? വീട് പണിയെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തവർക്ക് വീടിന്റെ തുടക്കം മുതൽ അവസാനം വരെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും അതിനെക്കുറിച്ചുള്ള അറിവുകളുമാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് കുറച്ച് എപ്പിസോഡുകളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കുന്നത്, നമ്മൾ വീട് വയ്ക്കാനായിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിർമ്മിക്കുന്ന വീടിൻ്റെ ബഡ്ജറ്റാണ്. നമ്മൾ നിർമ്മിക്കുന്ന വീടിൻ്റെ ഡിസൈൻ അല്ല ആദ്യം തീരുമാനിക്കേണ്ടത്, ബഡ്ജറ്റാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു 30 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കട്ടെ. നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന വീട് ഒരു 60 ലക്ഷം രൂപയുടെ വീടാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ വീട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് വീടിൻ്റെ ബഡ്ജറ്റാണ്. അതനുസരിച്ചുള്ള ഡിസൈനും കാര്യങ്ങളുമാണ് നമ്മൾ അടുത്ത് തീരുമാനിക്കേണ്ടത്. ഈ ബഡ്ജറ്റ് തീരുമാനിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തം എത്ര രൂപ ഇതിനു വേണ്ടി ചിലവാക്കാൻ പറ്റും, ബാങ്ക് ലോൺ എടുക്കേണ്ടതായിട്ട് വരുമോ, ഘട്ടം ഘട്ടമായാണോ പണി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പരിശോധിക്കുക എന്നാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ സ്ഥലത്ത് നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ഒരു വീട് നിർമ്മിക്കാൻ സാധിക്കുമോ? അത് അവിടെ മഴവെള്ളം കെട്ടി നിൽക്കാനായിട്ട് സാധ്യതയുണ്ടോ? അവിടുത്തെ മണ്ണ് എങ്ങനെയുള്ള മണ്ണാണ്? നല്ല സ്ട്രോങ് ആയിട്ടുള്ള മണ്ണാണോ അതോ ലൂസ് സോയിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ തീരുമാനിക്കണം. കാരണം നമ്മുടെ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ മഴവെള്ളം ഒരുപാട് അതായത് ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരുപാട് ഫൗണ്ടേഷനൊക്കെ ഒരുപാട് പൊക്കി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വീടിൻ്റെ കോസ്റ്റ് അതനുസരിച്ച് കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഘട്ടത്തിലാണ് തീരുമാനിക്കേണ്ടത്. അതായത് നമ്മൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സന്ദർശിക്കുകയും അവിടെ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ഒരു വീട് വയ്ക്കാൻ പറ്റുമോ എന്നും ഈ ഘട്ടത്തിൽ നമ്മൾ നോക്കണം. അതോടൊപ്പം തന്നെ വീട് വയ്ക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സൈറ്റിലേക്ക് പോകാനുള്ള റോഡ് ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയുള്ള സ്ഥലമായിരിക്കണം നമ്മൾ പ്രധാനമായിട്ടും വീടിന് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട് വയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണേണ്ടത് ഒരു എഞ്ചിനീയറിനെയാണ്. എന്നാൽ പലരും തെറ്റായിട്ട് ആദ്യം കാണുന്നത് ഒരു കോൺട്രാക്ടറിനെയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഒരു എഞ്ചിനീയറിനെയാണ് സമീപിക്കേണ്ടത്. എഞ്ചിനീയറിനെ കൊണ്ടുവന്ന സ്ഥലമെല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത്, ഒരു എഞ്ചിനീയറിനെ സമീപിക്കുക എന്നുള്ളതാണ്. നമ്മൾ സമീപിക്കുന്ന എഞ്ചിനീയറിനോട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ബഡ്ജറ്റും ഇതെല്ലാം പറയുമ്പോഴത്തേക്കും അവർ നമുക്ക് നമ്മൾ പറയുന്നതനുസരിച്ചുള്ള ഒരു പ്ലാൻ റെഡിയാക്കി തരുന്നതാണ്. നമ്മൾ വീടിൻ്റെ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വീടിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ സമീപിച്ച എഞ്ചിനീയറിനോട് വീടിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ ഇവയൊക്കെ പറയുക എന്നതാണ്. ഉദാഹരണത്തിന്, വീടിന് എത്ര ബെഡ്റൂം വേണം, എത്ര നിലയായിട്ട്, ഒരു നിലയായി ഗ്രൗണ്ട് ഫ്ലോർ മാത്രം മതിയോ അതോ ഫസ്റ്റ് ഫ്ലോറും കൂടെ വേണോ, ഇനി എത്ര സ്ക്വയർ ഫീറ്റ് വേണം, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളിയായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ കിച്ചൺ ഇപ്പോഴത്തെ മോഡൽ അനുസരിച്ച് ഓപ്പൺ കിച്ചൺ വേണോ അതോ ക്ലോസ്ഡ് ആയിട്ടുള്ളത് മതിയോ, പിന്നെ സ്റ്റെയർ എങ്ങനെ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിനനുസരിച്ച് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പ്ലാന് എഞ്ചിനീയറിന് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഞ്ചിനീയറിനോട് പറയുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒന്ന്, നിങ്ങൾക്ക് മനസ്സിന് ഇണങ്ങിയ രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. 2 എന്ന് പറയുന്നത്, നിങ്ങൾ പിന്നീട് ഒരു അഡീഷണലായിട്ട് വർക്കുകൾ ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. പല വീടുകളിലും വീട് പണി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അയ്യോ ഇന്നതുണ്ട്, ഈ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഒരു സൗകര്യമില്ല, അയൺ ടേബിൾ വയ്ക്കാനുള്ള സൗകര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വീട് വച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഓർമ്മ വരുന്നത്. ഇതെല്ലാം ഈ ഘട്ടത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഇനി 5ാമത്തെ ഘട്ടത്തിൽ ചെയ്യേണ്ടത് വീടിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കുക എന്നതാണ്. അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിനോട് നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എഞ്ചിനീയർ വീടിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കുന്നതാണ്. അപ്പോൾ വീടിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ വീട് നോക്കിയിട്ട്, ആ പ്ലാന് നോക്കിയിട്ട് എന്തൊക്കെ വീണ്ടും എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അതനുസരിച്ച് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് എഞ്ചിനീയറിനോട് പറയുക. വീട്ടിൽ എന്ത് മാറ്റം വരുത്താനുണ്ടെങ്കിലും ഈ സമയത്ത് നമ്മൾ മാറ്റം വരുത്തണം. അപ്പോഴത്തേക്കും നമുക്ക് പിന്നീട് കൺസ്ട്രക്ഷൻ സമയത്തുണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ട് കഴിഞ്ഞാൽ വീട് പണി നടന്നുകൊണ്ട് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് അപ്പോഴായിരിക്കും ഓർമ്മ വരുന്നത് അത് വേണ്ട, ഇതിങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് കുറച്ചൊക്കെ പൊളിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അഡീഷണൽ കോസ്റ്റ് ഒരുപാട് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതലാവും. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കുമ്പോഴത്തേക്കും നമുക്ക് വീടിൻ്റെ ടോട്ടൽ ചിലവ് എത്ര വരും, ഏതൊക്കെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഏതെങ്കിലും ഉണ്ടോ അത് ഒഴിവാക്കാനായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെ ജോലികൾക്ക് എത്രയൊക്കെ രൂപ ആവും എന്നുള്ളൊരു ഐഡിയ കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വീടിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും നിർബന്ധമാണ്. നമ്മൾ 5ാമത്തെ പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് വീടിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കുക എന്നതാണ്. ഇനി വീടിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കാതെ നമ്മൾ വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ വീടിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും 3D എലിവേഷനൊക്കെ തയ്യാറാക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ പ്രധാനമായിട്ട് സംസാരിച്ചത് വീട് പണിയെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ വീട് വയ്ക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിച്ചത്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീടിൻ്റെ പ്ലാൻ റെഡിയായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വീടിൻ്റെ പെർമിറ്റ് എടുക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അതിന് എത്ര രൂപ ചിലവ് വരും, അതിന് ഗവൺമെൻറ്റിന് എത്ര ഫീസ് അടയ്ക്കണം, ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.